അഡ്വക്കേറ്റ് കെ അരുൺകുമാർ, ഇതാണ് പ്രതിപക്ഷം പറയുന്നത്. നിങ്ങൾ ഒറ്റയടിക്ക് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ താല്പര്യമായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഇതിനകത്തൊരു അനാവശ്യമായ PR തിടുക്കം നിങ്ങൾ കാണിക്കുന്നില്ലേ? ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് അവിടെ പറയേണ്ടതാണോ ഈ 2013 തന്നെ ഫിറ്റ്നസ് നഷ്ടപ്പെട്ടതാണ്? സ്വയം കുഴിച്ച കുഴിയല്ലേ? 2013 ഫിറ്റ്നസ് നഷ്ടപ്പെട്ട കെട്ടിടം 13, 14 ശരി 13, 15, 16 അതിൽ 2.5 വർഷക്കാലം UDF സർക്കാരിൻ്റെതാണ്, 9 വർഷക്കാലം പിണറായി സർക്കാരിൻ്റെതാണ്, അതിൽ 5 വർഷക്കാലം ഒന്നാം പിണറായി സർക്കാരിൻ്റെതാണ്. ഈ കെട്ടിടം മാറ്റാൻ 2016 മുതൽ 2021 വരെയുള്ള കാലത്ത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിച്ചില്ല? എന്തുകൊണ്ട് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജയ്ക്ക് സാധിച്ചില്ല? ഇവിടെ ആശുപത്രികളെല്ലാം ഒരു 9 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ സാഹചര്യമാണോ ഇപ്പോഴുള്ളത് എന്നതാണ് നമ്മൾ ഗൗരവത്തോടെ പരിശോധിക്കേണ്ടത്. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതുപോലെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയ സ്ഥാപനങ്ങൾ എന്ന രൂപത്തിൽ പടിപടിയായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDFന്റെ കാലത്ത് 600 കോടിയായിരുന്നുവെങ്കിൽ ഇത് 7000 കോടി, ഒരു 10-12 ഇരട്ടി വർദ്ധിപ്പിച്ചത്. ഇതൊന്നും കേരളത്തിൽ ഇപ്പം ഇല്ല. ഇതെല്ലാം UDFന്റെ ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ടാണെന്നാണ് UDFന്റെ പ്രതിനിധിയുടെ സ്ഥാപിക്കാനുള്ള ശ്രമം. അപ്പൊ അങ്ങ് ഓർക്കേണ്ടത് ഇതെല്ലാം കിഫ്ബിയുടേതാണെന്ന് സമ്മതിക്കാമല്ലോ. ഈ കിഫ്ബിയെ ഈ കേരളത്തിലാകമാനം എതിർത്തുകൊണ്ട് നടക്കുന്നതല്ലേ UDF? കിഫ്ബിക്കെതിരെ എത്ര സമരം ഇവർ നടത്തി? കിഫ്ബിയെ എത്ര തവണ തള്ളി പറഞ്ഞു? കേന്ദ്ര ഗവൺമെന്റ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ, കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ പെടുത്തിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ് കേന്ദ്രം ചെയ്തത് എന്ന് പറഞ്ഞതാ. നമുക്ക് ബജറ്റിൽ വരുന്ന പണം കൊണ്ട് വരവ് ചെലവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെങ്കിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനം നടത്താൻ കഴിയില്ല. നമുക്കറിയാം, ഓരോ ഹോസ്പിറ്റൽ എടുത്തു. അപ്പൊ കഴിഞ്ഞ 2-3 ദിവസം നമ്മൾ ചർച്ച ചെയ്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടല്ലേ. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ 712 കോടി രൂപയാണ് മുടക്കിയത് എല്ലാ മേഖലയിലും. ഇപ്പൊ ആ യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തർക്കം ഉണ്ടായപ്പോൾ കഴിഞ്ഞ ഒരു വർഷം 67 ലക്ഷം രൂപ ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തില്ലേ. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഉള്ള വികസന പ്രവർത്തനങ്ങളാണ്, വൻകിട വികസന പ്രവർത്തനങ്ങളാണ്. ഇതിനിടയിൽ 2015-16 അധികാരത്തിൽ വന്നു. ഒരു ഭാഗത്ത് നിപ വൈറസ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, നിപ വന്ന് എല്ലാം മരിച്ചുപോയി എന്ന്. ആഗ്രഹമായിരിക്കും, സുവർണാവസരം കാത്തിരിക്കുന്നവരാണല്ലോ. ഒരു പ്രളയം വരും, ഒരു വെള്ളപ്പൊക്കം വരും, മറ്റു ദുരന്തം വരും, അപ്പം ഞങ്ങളങ്ങ് പിടിക്കും കേരളം എന്നാ പറഞ്ഞത്. നമ്മുടെ മുന്നിലുണ്ടല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഏറ്റവും സീനിയർ നേതാവല്ലേ പറഞ്ഞത്, നിപ വൈറസ് വന്ന് എല്ലാവരും മരിച്ചുപോയെന്ന്. അന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി പറഞ്ഞത് ഈ നിപ വൈറസ് കേരളത്തിലല്ല മറ്റെവിടെയെങ്കിലുമാണ് വന്നതെങ്കിൽ 12,000 പേർ മരണപ്പെട്ടാലും ഇത് ഏത് വൈറസ് ആണെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്നാ. ഒരു 10-12 പേർ മരണപ്പെട്ടപ്പോഴേക്കും ആ വൈറസിനെ പിടിച്ചു കെട്ടി നമ്മൾ കൃത്യമായി തന്നെ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. പിന്നെ ഓഖി ദുരന്തം വന്നു, നൂറ്റാണ്ടിലെ മഹാപ്രളയം വന്നു, 2019 പ്രളയം വന്നു, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം. ഈ പ്രതിസന്ധി ഘട്ടങ്ങൾക്കിടയിലും ബജറ്റിൽ അലോട്ട് ചെയ്ത പണത്തിന് പുറമെ പണം കണ്ടെത്തി ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ആദ്രം പദ്ധതി 1, ആദ്രം പദ്ധതി 2 ആയി നടപ്പാക്കി മുന്നേറുകയാണ്. ഇതൊന്നും PR വർക്കല്ല, ജനങ്ങളാണ് ഈ ഗവൺമെന്റിന്റെ PR. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, UDFന്റെ കാലത്ത് ആകെ ചികിത്സ സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ചവർ 8.3 കോടിയാ. എന്നാൽ LDF സർക്കാരിന്റെ ആദ്യത്തെ 5 കൊല്ലം 15.3 കോടിയാണ് ഈ സർക്കാർ ആശുപത്രികളെ ഓരോ തവണ പോയവരുടെ എണ്ണം എടുത്തു പരിശോധിക്കുക. അപ്പൊ ഈ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടി വരിക. അപ്പൊ ചോദിക്കുന്നത് നിലത്ത് കിടന്ന് ചികിത്സിക്കുക. ഒരു ആശുപത്രിയിലുള്ള മുഴുവൻ ബെഡും ഒക്കുപ്പൈഡ്, ചില ബെഡുകളിൽ 2 പേരെ കിടത്തേണ്ട സാഹചര്യം വരും. കാരണം രോഗികളുടെ എണ്ണം കൂടുന്നു, പ്രത്യേകിച്ച് മഴ, ഈ പനിയുടെ കാലം. ആ സമയത്ത് ഇവിടെ ചികിത്സയില്ല, ബെഡില്ല എന്ന് പറഞ്ഞാലും, ബെഡ് മുഴുവൻ കൃത്യമായിട്ട് അക്കോമഡേഷൻ ഇല്ല എന്ന് പറഞ്ഞാലും, ഒക്യുപ്പൈഡ് ആണെന്ന് പറഞ്ഞാലും, ആ രോഗി വന്ന് ഇവിടെ തന്നെ ചികിത്സ വേണം. ആ അവസ്ഥയൊക്കെ കാണുമ്പോൾ എല്ലാ തരത്തിലും ചികിത്സ കൊടുക്കാനുള്ള മനോഭാവം കാണിക്കുന്ന ആയിരക്കണക്കിന് ഡോക്ടർമാർ, ഡെഡിക്കേറ്റ് ചെയ്ത ഡോക്ടർമാർ, ഇപ്പോൾ പറഞ്ഞല്ലോ ജയകുമാറിനെ കൂട്ടുള്ള ഡെഡിക്കേറ്റഡ് ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ, അവരാണ് ഈ കേരളത്തിന്റെ ശക്തി, ആരോഗ്യ മേഖലയുടെ സൈന്യം എന്ന് നമ്മൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അവരുടെ പ്രവർത്തനത്തെയാണ് നിങ്ങൾ പ്രകടനത്തിലൂടെയും സമരത്തിലൂടെയും വെല്ലുവിളികളിലൂടെയും എല്ലാം ആക്ഷേപിക്കുന്നത്. നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയെ അങ്ങ് അപകീർത്തിപ്പെടുത്തണം, ആക്രമിക്കണം. എന്തിനാ? UDFന്റെ തൊഴിലാണ്. എത്രയോ ഇപ്പൊ K മുരളീധരൻ അടക്കം എന്തൊക്കെ ആക്ഷേപമാണ്. 0 ആണ്, ബിഗ് 0 ആണ്, വട്ടപൂജ്യമാണ്. അപ്പൊ ചെന്നിത്തലയുടെ പ്രസ്താവന അത് എത്ര ആക്രമിച്ചാലും ഈ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിന് നേതൃത്വം കൊടുത്ത ശൈലജ നഷ്ടപ്പെട്ട കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ പഴയ ബ്ലോക്ക് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ട് പുനർനിർമ്മിക്കാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് 12 വർഷത്തെ വൈകലുണ്ടായി? അതിൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം 9 വർഷത്തെ വൈകൽ. അത് ഞാൻ പറയാം. 2016 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇവിടെ പുതിയ ബ്ലോക്ക് പണിയാനുള്ള അനുമതി കൊടുത്തതാണ്.
ഞാൻ അതിനുശേഷം പറഞ്ഞല്ലോ, നിരവധി പ്രകൃതി ദുരന്തങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഇതിലും പ്രയോറിറ്റിയോടെ മറ്റു ചില ഇതേ മെഡിക്കൽ കോളേജ്, കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്തരം സാഹചര്യം 2021 പണി തുടങ്ങുന്നു, 4 വർഷം കൊണ്ട് ആ പണി പൂർത്തീകരിക്കുന്നു. ഡിലേ വന്നിട്ടുണ്ടോ എന്നുള്ളത് കാര്യം തന്നെയാണ്. അത് ആ ഡിലേയുടെ കാരണങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഒരു മന്ത്രിക്ക് പറ്റിയ പിശകല്ല പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇതിവിടെ ആ കെട്ടിടത്തിൽ ഇപ്പോഴും ഈ നിമിഷവും എനിക്ക് തോന്നുന്നു അവിടെ ബാക്കിയുള്ള രോഗികൾ ഒഴിപ്പിച്ചു, അവിടെ ശസ്ത്രക്രിയ പാട് പൂർണ്ണമായിട്ടില്ല, ശസ്ത്രക്രിയയ്ക്കുള്ള സംവിധാനങ്ങളായിട്ടില്ല, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ തയ്യാറാക്കണം, അതിൻ്റെ പണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ ചെയ്യാൻ പാടില്ലേ എന്നുള്ളതാണ് ചോദ്യം. അരുൺ, അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിനിടയിലല്ലേ മിസ്റ്റർ ഡോക്ടർ അരുൺ കിഫ്ബിയുടെ പ്രവർത്തനത്തെ പോലും കേന്ദ്രത്തിന്റെ കടമെടുപ്പ്, കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് അതുകൊണ്ടൊന്നും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം തടസ്സപ്പെടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതിപക്ഷം ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു വാർത്തയും നമ്മൾ സംപ്രേഷണം ചെയ്തു. പ്രതിപക്ഷം അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. കിഫ്ബിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനും കിഫ്ബി വഴിയുള്ള അലോട്ട്മെന്റിനെ തകർക്കാനും കേന്ദ്രം റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ, അതായത് 2016 നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിന് വിഷയമല്ലെന്നേ. അവിടെ 577 കോടി രൂപ സാങ്ഷൻ ചെയ്തു. താങ്കൾ പറഞ്ഞതുപോലെ 197 കോടി രൂപയുടെ കെട്ടിടം ഇപ്പോൾ ഉയർന്നു വന്നു. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടല്ലോ. ഇപ്പൊ പ്രശ്നമതല്ല, അത് എപ്പോൾ ഉദ്ഘാടനം തീരുമാനിക്കണം. ജൂലൈ 31 തീരുമാനിച്ചത്. ഇന്നലെ എല്ലാവരെയും മാറ്റിയല്ലോ. ഇന്നലെ മാറ്റാൻ കഴിയുമെങ്കിൽ ഒരാഴ്ച മുമ്പേ മാറ്റാൻ കഴിയുമായിരുന്നല്ലോ. എന്തുകൊണ്ട് മാറ്റിയില്ല? അതിലൊരു പ്രശ്നം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ. 2 തരത്തിലുള്ള മോക്ക് ഡ്രില്ലുകൾ നടത്തി ഫയർ ടെസ്റ്റുകൾ പാസ്സായി കൃത്യമായിട്ടുള്ള പരിശോധന, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തം, അതും പുതിയ ബ്ലോക്കിൽ തന്നെയാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ സൗകര്യം. ഇപ്പൊ ഇവിടെ എന്താണ് JCB പെട്ടെന്ന് പ്രവേശിക്കാത്തത്? ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ഈ പഴയ 57 വർഷം പഴക്കമുള്ള കെട്ടിടമടക്കം ഡിമോളിഷ് ചെയ്യുമ്പോൾ അതായിരുന്നു ഇതിന്റെ ഒരു പാത്വേ. അത് JCB ഫയർ എഞ്ചിൻ അടക്കം കയറേണ്ടി വന്ന സാഹചര്യത്തിൽ കയറേണ്ടി വരിക. കാരണം നമ്മൾ പഴയ ബിൽഡിംഗ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ച് അതിന് ഉത്തരവ് കൊടുത്തിട്ടാണ് പുതിയ ബിൽഡിംഗ് പണിയുന്നത്. ആ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം വരുമ്പോഴേക്കും ചുറ്റുപാടുമുള്ള പഴയ ബിൽഡിംഗ് എല്ലാം ഡിമോളിഷ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഫയർ എഞ്ചിന് സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാകും. അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിൽ കളക്ടർ അന്വേഷിക്കേണ്ടത് പ്രയോറിറ്റി എവിടെയാണ് എന്നുള്ളതാണ് പ്രധാന വിഷയം. 320 കിടക്കകൾ, 3 പ്രധാനപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററുകൾ, 40-ഓളം ICU കിടക്കകൾ, ഇതൊക്കെ ഇപ്പോഴും ഇന്നലെ ഈ അപകടം നടക്കുന്ന സമയത്തും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. 2024 ഡിസംബറിന് ശേഷം ഒരു കാരണവശാലും അവിടെ ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉത്തരവ് കിട്ടിയതാണ്. ആ പ്രദേശത്താണ് അപകടകരമായ സ്ഥിതിയിൽ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ആ വൈകലിന് ഒരു ന്യായീകരണവും ഇല്ല. Debate with Dr. Arun Kumar.